അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന അസ്ദഖൽ കിതാബി കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ളലാല. യാ അയ്യുഹല്ലദീന ആമനൂ ഉസീകും അവ്വലൻ ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്തി ഇലാ അഹ്ലിഹാ വഇദാ ഹക്കംതും ബൈനൻ നാസ് അൻ തഹ്കുമൂ ബിൽ അദ്ൽ. അള്ളാഹുവിൻ്റെ അടിമകളായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അപ്രകാരം ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കടമകളെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിച്ചു വന്നത്. ഓരോ മനുഷ്യനും സ്വന്തത്തോട് തന്നെ പുലർത്തേണ്ടുന്ന കടമകളെ സംബന്ധിച്ചാണ്. അതിൽ ചില കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചത്. ഭക്ഷണ മര്യാദകളും വിശ്രമ വിനോദ കാര്യങ്ങളും സമയവിനിയോഗവുമൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. ഒരു വിശ്വാസി എന്ന നിലയിൽ നമ്മൾ സമൂഹത്തിൻ്റെ ഭാഗമായി നിലകൊള്ളുന്നവരാണ്. അങ്ങനെ ചില ഉത്തരവാദിത്തങ്ങൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ നമ്മളുടെ മേലേക്ക് കടന്നു വരിക സ്വാഭാവികവുമാണ്. അങ്ങനെ കടന്നു വരുന്ന ഉത്തരവാദിത്തങ്ങളെ, ചുമതലകളെ ഭംഗിയായ നിലയിൽ കൊണ്ടുപോകാനും നമ്മുടേതായ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ അനേക വട്ടം കേട്ടിട്ടുള്ള ഒരു പ്രവാചക വചനം ഇങ്ങനെയാണ്: കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയത്തിഹി. നിങ്ങളെല്ലാവരും, നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. തങ്ങളുടെ ഭരണത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭരണീയരെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്കെല്ലാവർക്കുമുള്ളൊരു ചുമതലയെ സംബന്ധിച്ച് പൊതുവായി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുകയാണ്. ഞാൻ ഓതിവച്ച വചനം ഖുർആനിലെ 4-ാമത്തെ അധ്യായം സൂറ നിസായിലെ 58-ാമത്തെ സൂക്തമാണ്. ആ വചനത്തിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്, ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാത്ത്. വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട അമാനത്തുകൾ അതിൻ്റെ അവകാശികൾക്ക് കൊടുത്തു വീട്ടണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. വഇദാ ഹക്കംതും ബൈനൻ നാസ്. ജനങ്ങൾക്കിടയിൽ നിങ്ങൾ തീർപ്പ് കൽപ്പിക്കുകയാണ് എങ്കിൽ, വിധി കൽപ്പിക്കുകയാണ് എങ്കിൽ, അൻ തഹക്കുമു ബിൽ അദ്ൽ. നീതിപൂർവം നിങ്ങൾ തീർപ്പ് കൽപ്പിക്കണമെന്നും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഈ ആയത്തിൽ 2 കാര്യമാണ് പടച്ചവൻ നമ്മളോട് പറഞ്ഞത്. ഒന്ന്, അമാനത്തുകൾ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട മുതലുകൾ, ചുമതലകൾ, ഉത്തരവാദിത്തങ്ങൾ
അതതിൻ്റെ അവകാശികൾക്ക് മുറപ്രകാരം നൽകുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുമ്പോൾ നീതിപൂർവകം ആകണമെന്നതാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തത എന്നാണ് നേർക്ക് നേരെ അർത്ഥം. ഒരാളോ അതല്ലെങ്കിൽ ഒരു കൂട്ടം മനുഷ്യന്മാരോ വിശ്വാസപൂർവ്വം നമ്മെ ഏൽപ്പിക്കുകയും നാം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും വസ്തുക്കൾക്കും അമാനത്ത് എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നു. വസ്തു ആയിക്കൊള്ളുന്നില്ല, ചുമതലയാകാം, ഉത്തരവാദിത്തമാകാം, അങ്ങനെ പലതുമാകാം. അതിനൊക്കെയും അമാനത്ത് എന്നാണ് പറയുക. മലയാളത്തിൽ അനാമത്ത് എന്നൊരു വിവക്ഷ കൂടി, അല്ലെങ്കിൽ ഒരു വ്യവഹാര രീതി കൂടി അതിനകത്തുണ്ട്. അമാനത്തിനെ 3 വിധത്തിലാണ് പറയുന്നത്. ഒന്ന്, അള്ളാഹുവുമായിട്ട് നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ, വിശ്വസ്തതകൾ, ദൈവികമായ നിർദ്ദേശങ്ങൾ, വേദഗ്രന്ഥത്തിലൂടെ അള്ളാഹു മനുഷ്യരോട് പറയുന്ന കാര്യങ്ങൾ, അതൊക്കെ പാലിക്കാൻ ഒരു വിശ്വാസി ബാധ്യസ്ഥനാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അള്ളാഹുവുമായിട്ടുള്ള അമാനത്തിൽപ്പെടുന്നതാണ്. രണ്ടാമത്തെ തലം എന്ന് പറയുന്നത് മനുഷ്യർ പരസ്പരം പാലിക്കേണ്ടതാണ്. അവിടെയാണ് നമ്മൾ പറഞ്ഞ ഏറ്റെടുത്ത ചുമതലകളും ഉത്തരവാദിത്തങ്ങളും വസ്തുക്കളും ആ രംഗത്തൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന രഹസ്യങ്ങളടക്കമുള്ള കാര്യങ്ങളൊക്കെയും അതിൽപ്പെട്ടതാണ്. അതെല്ലാം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. മൂന്നാമത്തത് അവനവനോട് തന്നെ ചെയ്യേണ്ടുന്ന അമാനത്തുകളെ സംബന്ധിച്ചാണ്. നമ്മൾ നമുക്ക് തന്നെ നാശമുണ്ടാക്കാതിരിക്കുക. വലാ തുഹ്ലിക്കു ബില്ലത്തി വലാ തുഹ്ലിക്കു ഐദീക്കും ബിത്തഹ്ലുക. നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആത്മനാശം വരുത്തി വയ്ക്കുന്ന ഒന്നിലും ഇടപെടാതിരിക്കുക എന്നതാണ്. ആത്മനീതി പാലിക്കുക എന്നതാണ്. നന്മയോടും സത്യത്തോടും ആഭിമുഖ്യമുള്ളവരായി നമ്മൾ ഓരോരുത്തരും മാറുക എന്നത് നമ്മൾ നമ്മളോട് കാണിക്കേണ്ടുന്ന നീതിയും അമാനത്തുമാണ്. ഏതെങ്കിലും ചുളുക്കിയ വഴിയിലൂടെ അതല്ലെങ്കിൽ ഒരല്പസമയം നമ്മൾ അനീതി ചെയ്താൽ, അസത്യത്തിൻ്റെ കൂടെ നിന്നാൽ നമുക്ക് കിട്ടാവുന്ന ഏതെങ്കിലും ഭൗതികമായ നേട്ടത്തെക്കാൾ ഉപരിയാണ് സത്യവും നീതിയും പാലിക്കുക എന്നത്. അത് ഓരോ മനുഷ്യനും അവനവനോട് ചെയ്യേണ്ടുന്ന ആത്മനീതിയുടെ ഭാഗമാണ്. ഇങ്ങനെയൊക്കെയാണ് അമാനത്തിനെ സംബന്ധിച്ച് ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. നീതിയോടുകൂടി തീർപ്പ് കൽപ്പിക്കുക എന്ന് പറഞ്ഞ ആയത്തിൻ്റെ ആ ഭാഗം വിശദീകരിച്ചിടത്ത് ഇമാം ഹാക്കിമിൽ നിന്നും റിവായത്ത് ചെയ്യപ്പെടുന്ന ഒരു വചനം ഇങ്ങനെയാണ്: അൻ ബുറൈദ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞതായി ബുറൈദ എന്ന് പറയുന്ന സ്വഹാബിയിൽ നിന്നും ഉദ്ധരിക്കുകയാണ്. അൽ ഖുലാത്തു സലാസത്തുൻ, മനുഷ്യരുടെ ഇടയിൽ നീതി പാലിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ന്യായാധിപന്മാർ അത് 3 തരക്കാരാണ് എന്ന് പറയാം. ഇസ്നാനി ഫിന്നാർ, 2 കൂട്ടരും നരകത്തിലാണ്. വവാഹിദത്തുൻ ഫിൽ ജന്ന, അതിൽ ഒരേ ഒരു വിഭാഗമാണ് സ്വർഗാവകാശികളായി വരിക. എന്നിട്ട് അതിനെ വിശദീകരിക്കുകയാണ്. റജുലുൻ അറഫൽ ഹക്ക ഫഖലാബിഹി, ഒരു വിഷയത്തിൻ്റെ സത്യം അറിഞ്ഞ് ആ സത്യത്തിന് അധിഷ്ഠിതമായി വിധി പ്രസ്താവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ സ്വർഗാവകാശികൾ എന്ന് പറഞ്ഞത്. മറ്റൊരു വിഭാഗം റജുലുൻ അറഫൽ ഹക്ക ഫലം യഖ്ലി ബിഹി, സത്യമൊക്കെ അവർക്ക് അറിയാം, പക്ഷെ അവർ സത്യം വിധിക്കാൻ കൂട്ടാക്കുന്നില്ല. വജാറ ഫിൽ ഹുക്കുമി, ഹുക്കുമിൽ വിധിയിൽ അവർ അന്യായം കൂട്ടിക്കലർത്താൻ ആഗ്രഹിക്കുന്നു, അനീതി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അവർ നരകത്തിലാണെന്നാണ് പറയുന്നത്. മൂന്നാമത്തെ വിഭാഗം റജുലുൻ ലം യഅരിഫിൽ ഹക്ക, മൂന്നാമത്തെ കൂട്ടർക്ക് സത്യം എന്താണെന്ന് അവർക്ക് അറിയില്ല. ഫഖലാ ലിന്നാസി അലൽ ജഹ്ലി ഫഹുവ ഫിന്നാർ, അജ്ഞതയുടെ അടിസ്ഥാനത്തിൽ ഒരു വിഷയത്തിന്റെ സത്യം കണ്ടെത്താനുള്ള ഒരു ശ്രമവും അവരുടെ ഭാഗത്തുനിന്നില്ല. തങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുള്ള വികലമായിട്ടുള്ള അജ്ഞത കൂടിക്കലർന്നിട്ടുള്ള ആ ഒരു ആശയത്തിൽ അവർ വിധി പറയുകയാണ്. അത്തരം ആളുകൾ നരകത്തിലാണ് എന്നുള്ളതാണ് ഈ ഹദീസ് പറയുന്ന, അല്ലെങ്കിൽ ഈ ഹദീസിന്റെ വ്യത്യസ്തങ്ങളായ ചില ഭാഗങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഈ ഹദീസിലൂടെ അള്ളാഹുവിൻ്റെ റസൂല് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്?
നമ്മൾ ഇടപെടുന്നത് നമ്മുടെ കേസല്ല, മറ്റൊരാളുടെ കേസാണ്. പക്ഷെ വേറൊരാളുടെ പ്രശ്നമായിട്ടും വളരെ ഗൗരവത്തോടും ഉത്തരവാദിത്വത്തോടും കൂടിയും അതിനെ സമീപിക്കണമെന്നാണ്. മറ്റുള്ളവരുടേതല്ലേ, അതെങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ എന്നൊരു ഉദാസീന നയം ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അവൻ അതിനെ സത്യാവസ്ഥ കണ്ടെത്താൻ ബാധ്യസ്ഥനാണ് എന്നതാണ്. രണ്ടാമത്തെ കാര്യം, സ്വജനപക്ഷപാതം, അനീതി, അസത്യം മുതലായവയെ ഒരിക്കലും പിന്തുണക്കാൻ പാടില്ല എന്നതാണ് രണ്ടാമത്തെ ഭാഗം. അതാണ്. മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് സത്യം കണ്ടെത്താനുള്ള ശ്രമമില്ലാതിരിക്കുക. അതുപോലും അപരാധമായിട്ടാണ് കാണുന്നത്. ഒരു രണ്ട് കൂട്ടരുടെ ഒരു കേസ് നമ്മൾ കേൾക്കാൻ വിധിക്കപ്പെടുകയാണ്. നാട്ടുപഞ്ചായത്തിലൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, നാട്ടുമധ്യസ്ഥങ്ങളൊക്കെ അങ്ങനെയുണ്ട്. കുറെ നമ്മൾ കേൾക്കും, നമുക്ക് വേണ്ടപ്പെട്ടവനിക്ക് വേണ്ടി നമ്മളിങ്ങനെ വാദിച്ചുകൊണ്ടിരിക്കും. എന്നാലോചിച്ച് നോക്കൂ, അങ്ങനെ എത്രയോ കേസുകളുണ്ട്. അവിടെയൊക്കെയും ഒരു വിശ്വാസിയുടെ സ്റ്റാൻഡാണ് ഈ പറഞ്ഞത്. അത് ആർക്കെതിരിലായാലും ആർക്ക് അനുകൂലമായാലും നമുക്ക് പ്രതിബദ്ധതയുള്ളത് സത്യത്തോടും നീതിയോടും മാത്രമാണ്. അതാണ് പറഞ്ഞത്, വൈദാ ഹക്കംതും ബൈനന്നാസ് അൻ തഹ്കുമു ബിൽ അദ്ൽ. ജനങ്ങൾക്കിടയിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സമാധാനം പറയേണ്ടി വന്നാൽ മുഖം നോക്കാതെ നീതിപൂർവമായിട്ട് കാര്യം പറയാൻ കഴിയണമെന്നുള്ളത്. അത്തരം ആളുകൾ കുറഞ്ഞു വരുന്നു. വിശ്വാസികളുടെ ലക്ഷണങ്ങൾ പറയുന്നിടത്ത് ഖുർആനിലെ 23-ാമത്തെ അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് തുടങ്ങുന്ന ആ വചനത്തിന്റെ 8-ാമത്തെ വചനം, ആ അധ്യായത്തിലെ 8-ാമത്തെ വചനം, വല്ലദീന ഹും ലി അമാനാത്തിഹിം വ അഹ്ദിഹിം റാഊൻ, വിശ്വസിച്ചേൽപ്പിച്ചവയും അതേപോലെ തന്നെ കരാറുകളും കൃത്യമായി പാലിക്കുന്നവരാണ് വിശ്വാസികൾ. വിശ്വാസികളുടെ സ്വഭാവം വിവരിക്കുകയാണ്. വിശ്വാസ വഞ്ചന അവരിൽ നിന്നുണ്ടാകില്ല, ചതിപ്രയോഗം ഉണ്ടാവുകയില്ല. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നതിന് ഹദീസ് വചനം കൊടുത്തിരിക്കുന്നു. അതിങ്ങനെയാണ്, ഇന്ന റിജാലൻ യതഖവ്വലൂന ഫീ മാലില്ലാഹി ബിഗൈരി ഹഖ്ഖിൻ. മനുഷ്യരുടെ കൂട്ടത്തിൽ ചില ആളുകളുണ്ട്, പൊതുമുതലുകൾ. ആ പൊതുമുതൽ കൈകാര്യം ചെയ്യുന്നിടത്ത് അന്യായം ചെയ്യുന്ന ആളുകൾ. ഫലഹും ഉന്നാർ, അവർക്ക് നരകമാണുള്ളത്. യൗമൽ ഖിയാമത്തി, പുനരുദ്ധാന നാളിൽ. ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളോടുള്ള ആ ചുമതലബോധത്തിന് പകരം അവരെന്ത് ചെയ്യുന്നു? പൊതുമുതൽ സ്വന്തം മുതൽ പോലെ കൈകാര്യം ചെയ്യുന്നു, അന്യായം ചെയ്യുന്നു. ആ അന്യായം ചെയ്യുന്നവന് നരകമാണ് എന്നാണ് പറഞ്ഞത്. വഞ്ചന എന്ന് പറയുന്നത് വിശ്വാസിയുടേതല്ല, അത് വിശ്വാസത്തിൽ കാപട്യം കൂടിക്കലർന്ന ആളുകളുടേതാണ്. മുനാഫിക്കുകളുടെ ലക്ഷണം പറയുന്നിടത്ത് കാണാം, വഇദ്തുമിനഹാന, വിശ്വസിക്കുകയാണ് എങ്കിൽ അവർ ചതിക്കും, അതല്ലെങ്കിൽ വഞ്ചിക്കുമെന്ന് പറഞ്ഞത്. ഈ ചുമതലകൾ ചെറുതാകട്ടെ വലുതാകട്ടെ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ച് അള്ളാഹുവിൻ്റെ അടുക്കൽ സമാധാനം പറയേണ്ടതാണ് എന്നുള്ള ബോധ്യമുണ്ടാകണം. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മരണാസന്നനായി കിടക്കുമ്പോൾ സ്വഹാബിമാരിൽ പ്രശസ്തരായ പലരും അദ്ദേഹത്തെ സമീപിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഇനി അധികം നാളില്ല, പകരം ഖലീഫയെ നിശ്ചയിച്ചു കൊടുക്കാൻ അദ്ദേഹത്തോട് അവർ ആവശ്യപ്പെടുന്ന മകനെ നിശ്ചയിച്ചു കൊടുക്കാനാണ് പറയുന്നത്. വാപ്പയ്ക്ക് ശേഷം മകൻ, അല്ലേ? നമുക്കൊക്കെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞാൽ നമ്മുടെ മോൻ്റെ പേര് പറഞ്ഞാൽ അതിന് ഉമർ പറയുന്നുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഞാൻ പറഞ്ഞുകൊള്ളും സമാധാനം, ഇനി ആ ഉത്തരവാദിത്വം എൻ്റെ മകനെ കൂടി വച്ചേൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. എന്തുമാത്രം ഭയമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചുമതല ഒരു ബഹുമതിയായിട്ടല്ല കാണുന്നത്. പക്ഷികളുടെ അങ്കവാല് പോലെ ജനങ്ങൾക്കിടയിൽ ഏതെങ്കിലും നിലക്കുള്ളൊരു ബഹുമതിയായിട്ടോ ഒരു അംഗീകാരമായിട്ടോ പദവിയോ ആയിട്ടല്ല കാണുന്നത്. അത് തങ്ങളുടെ ഉത്തരവാദിത്തമായിട്ടാണ് കാണുന്നത്. നിർവഹിക്കപ്പെട്ടില്ല എങ്കിൽ കൃത്യമായ ചോദ്യമുണ്ടാകുമെന്നുള്ള നല്ല ബോധം അവർക്കുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പലരും പല കാര്യങ്ങൾക്ക് വേണ്ടി അധികാരത്തിൻ്റെ പങ്ക് ചോദിച്ചുകൊണ്ട് സ്വഹാബിമാർ വരുന്നുണ്ട്. ആ വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും പ്രവാചകൻ അത് അനുവദിച്ചു കൊടുക്കുന്നില്ല.
ചില ആളുകളെ പ്രവാചകൻ മാറ്റി നിർത്തുന്നുണ്ട്. അവർ മൊത്തത്തിൽ മോശക്കാരായതുകൊണ്ടല്ല, ഈ ചുമതല കൃത്യമായി കൊണ്ടു നടക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയാണ് പ്രവാചകൻ അവരെ മാറ്റി നിർത്താൻ പ്രവാചകനെ പ്രേരിപ്പിക്കുന്നത്. ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂല് പറയാൻ, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക്കും സതഹരിസൂനൽ അലൽ ഇമാറ, നിങ്ങളെല്ലാവരും നേതൃത്വം ആഗ്രഹിക്കും, ഇമാറത്ത് അധികാരം നിങ്ങൾ കൊതിക്കും. വസതകൂന നദാമത്തിന് യൗമൽ ഖിയാമ, എന്നാൽ പുനരുദ്ധാന നാളിൽ നിങ്ങൾക്കത് വലിയ ഖേദമായി തീരും. ഏറ്റെടുക്കുന്ന ഇമാറത്തുകൾ, അധികാരങ്ങൾ പരലോകത്തൊരു വലിയ ഖേദത്തിനിടയാക്കുമെന്ന് പ്രവാചകൻ ആത്മകഥം ചെയ്യുകയാണ്. എന്നിട്ട് റസൂലുള്ള പറയുന്നൊരു വാക്കുണ്ട്, ഫനിഅമത്തിൽ മുർലിഅ, മുലയൂട്ടുന്നവൾ എത്ര നല്ലവൾ, വബിഅസത്തിൽ ഫാത്തിമ, മുലകൂടി നിർത്തുന്നവൾ ഏറ്റവും മോശക്കാരി, എത്ര ചീത്ത എന്ന് പ്രവാചകൻ പറയാം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അധികാരത്തിൻ്റെ പങ്കിങ്ങനെ ആസ്വദിക്കുന്ന മനുഷ്യന് ഈ കുഞ്ഞുങ്ങൾ മുല കുടിക്കുന്നത് പോലെയുള്ള ഒരു ആസ്വാദ്യതയും ഒരു താല്പര്യവും ഇഷ്ടമൊക്കെ ഉണ്ടാകും. എപ്പോഴാണോ ഈ അധികാരം തങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നത്, മുലകുടി നിർത്തുന്ന ഘട്ടത്തിലുള്ള ഉമ്മയോട് കുഞ്ഞ് കാണിക്കുന്ന അനിഷ്ടം അത്തരം ഘട്ടങ്ങളിൽ അവർ പ്രകടിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. അതൊരു വിശ്വാസിക്ക് ചേർന്നതല്ല, ഇത് ചുമതലയാണ് എന്നും ഉത്തരവാദിത്തമാണ് എന്നും അള്ളാഹുവിൻ്റെ കോടതിയിൽ നിവർന്ന് ഉത്തരം പറയേണ്ടി വരുമെന്നും കൃത്യമായ ബോധമുണ്ട് എങ്കിൽ തീർച്ചയായും അങ്ങനെ ഒരു ചിന്ത നമ്മളിലേക്ക് കടന്നു വരികയില്ല. മഹാനായ ഉമറുൽ ഫാറൂഖിൻ്റെ അരികിൽ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ, ഒരു ഗ്രാമീണനായ ആളൊരു കവിത പാടുന്നുണ്ട്. ആ കവിതയുടെ ആശയം ഇങ്ങനെയാണ്: എനിക്കും എൻ്റെ മക്കൾക്കും ഉടുക്കാനൊരു തുണിയുമില്ല, അതുകൊണ്ട് താങ്കളൊരു വസ്ത്രം തരണമെന്നാണ് പറയുന്നത്. ഉമറുൽ ഫാറൂഖ് തിരിച്ചു ചോദിക്കുന്നുണ്ട്, ഞാനത് തന്നില്ലെങ്കിലോ എന്നും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഞാൻ തന്നില്ലെങ്കിൽ ഞാൻ തിരികെ എൻ്റെ വീട്ടിലേക്ക് പോകുമെന്ന്. ഉമർ ചോദിക്കുകയാണ്, നീ വീട്ടിലേക്ക് പോയാൽ എനിക്കെന്താണ് എന്ന്. അപ്പോൾ ആ മനുഷ്യൻ തിരിച്ചു പറയുന്നുണ്ട്, എല്ലാത്തിനെയും കൃത്യമായി കണക്ക് നോക്കുന്ന പരലോകത്ത് അമീറുൽ മുഅ്മിനീൻ അങ്ങയ്ക്കെതിരിൽ ഞാൻ പരാതി പറയുമെന്ന്. എന്നാലോചിച്ച് നോക്കണം, ഇസ്ലാമിലെ ഉരുക്കു മനുഷ്യൻ അവിടെ പൊട്ടിക്കരയുകയാണ്. അദ്ദേഹത്തിന് കൊടുക്കാൻ ഒരു വസ്ത്രവുമില്ല. തുടർന്ന് അദ്ദേഹം ധരിച്ചിരിക്കുന്ന ഷർട്ട് ഊരി ആ വന്ന ഗ്രാമീണനെ അണിയിച്ചു പറഞ്ഞയക്കുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എന്നാലോചിച്ച് നോക്കുക, അത്രയും കൃത്യമായൊരു ബോധം അവർക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ചുമതല ഏൽക്കുന്ന ആളുകൾക്കൊരു സുതാര്യമായ സമീപനം ഉണ്ടാകണമെന്നതാണ്. കിട്ടുന്ന പണത്തിൻ്റെയും അല്ലെങ്കിൽ വിനിയോഗിക്കുന്ന അധികാരത്തിൻ്റെയും പ്രവർത്തനങ്ങളുടെയും കാര്യത്തിൽ കൃത്യമായ സുതാര്യത ഉണ്ടാകണം. ആളുകളെ ബോധ്യപ്പെടുത്താൻ അവർ ബാധ്യസ്ഥരാണ്. നോക്കൂ നിങ്ങൾ, ബുഖാരി തന്നെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമ്മുടെ പൂർവികരായ ആളുകൾക്ക് സംഭവിച്ചു പോയ അപജയത്തെ അല്ലാഹുവിന്റെ റസൂൽ സൂചിപ്പിക്കുകയാണ്. പ്രവാചകൻ പറയാം, മാ ബാലുൽ ആമിലു നബ്അസു ഫയഅതി യഖൂൽ, നമ്മളിതാ ചില ഉദ്യോഗസ്ഥരെ, സകാത്ത് പിരിക്കാൻ വിട്ട ഉദ്യോഗസ്ഥരുടെ അവസ്ഥ എന്താണ്? പ്രവാചകൻ ചോദിക്കുകയാണ്. ഫയഅതി യഖൂൽ, അവർ നമ്മുടെ അടുക്കൽ വന്നിട്ട് പറയാണ്, ഹാദാലക്കും, ഇത് നിങ്ങൾക്കുള്ളതാണ്, വഹാദാലി, ഇത് എനിക്കുള്ളതാണ്. സക്കാത്ത് പിരിക്കാൻ പോയ ആളുകൾക്ക് കുറച്ചൊക്കെ സക്കാത്തിന്റെ മുതലിന് പുറമെ കുറച്ചൊക്കെ ആളുകൾ അവർക്കും കൊടുത്തു. അപ്പൊ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് ഇതൊക്കെ ബൈത്തുൽ മാലിലേക്ക്, ഇതൊക്കെ ഞമ്മക്കും എന്നിങ്ങനെ പറഞ്ഞതാണ് പ്രവാചകനെ ചൊടിപ്പിച്ചത്. അള്ളാഹുവിന്റെ റസൂല് പറയാ, ഫഹല്ലാ ജലസ ഫീ ബൈത്തി അബീഹി വ ഉമ്മിഹി, അവരവരുടെ ഉമ്മയുടെയും വാപ്പയുടെയും ഒക്കെ അരികിൽ ഇരുന്നിട്ട് ഫയൻലുറു യുഹദ ലഹു അംല, അവർക്ക് എന്തെങ്കിലും കിട്ടൂലെന്ന് നോക്കാമായിരുന്നല്ലോ. എന്താണ് ആ പ്രവാചകന്റെ മനസ്സിൽ എന്താണ് പ്രവാചകൻ അതിലൂടെ പറയാൻ ആഗ്രഹിച്ചത്? പ്രവാചകൻ ഇതൊന്നും യോജിക്കാതെ ഇസ്ലാമികമായ ഉത്തരവാദിത്തങ്ങളുമായിട്ട് ഏൽപ്പിക്കപ്പെട്ടു പോകാതെ അവനവന്റെ വീട്ടിലിരുന്നാൽ ഈ സംഭാവനകൾ കിട്ടുമായിരുന്നു. അപ്പോൾ ആ പറയുന്ന രീതി ശരിയല്ല. ആ ഉത്തരവാദിത്തങ്ങൾക്കിടയിൽ ലഭിക്കുന്നതെല്ലാം
പൊതുവായ മുതലിലേക്ക് ചേർക്കപ്പെടുന്നതാണ് എന്നതാണ് പ്രവാചകൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം കൃത്യമായി പറഞ്ഞത്. അതാണ് ഒരു സുതാര്യത എന്ന് പറയുന്നത്. കുറച്ച് നമുക്ക്, കുറച്ച് പൊതുവായിട്ടുള്ളത്, അതല്ലെങ്കിൽ ഇതെല്ലാം എൻ്റേത് എന്ന് പറയുന്ന രീതിയിൽ പങ്കിട്ടെടുക്കുന്ന സമീപനം പാടില്ല എന്നതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കൃത്യതയാണ്. അത് ഏത് സാമ്പത്തിക കാര്യമാകട്ടെ, പ്രവർത്തന കാര്യമാകട്ടെ, അതിലൊരു കൃത്യത ഉണ്ടാകണമെന്നതാണ്. ഏറ്റെടുത്ത ആളുടെ സൗകര്യം പോലെ, അയാളുടെ ഇഷ്ടം പോലെ, പ്രവർത്തനം അയാളുടെ ഇഷ്ടം പോലെ, സാമ്പത്തിക കാര്യങ്ങളും അയാളുടെ സൗകര്യം പോലെ, അങ്ങനൊരു സമ്പ്രദായമില്ല എന്നതാണ്. പൊതുപ്രവർത്തകരെല്ലാവരും തന്നെ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയരാണ് എന്നതാണ് ഇസ്ലാമിക സമീപനം. നോക്കൂ നിങ്ങൾ, പള്ളിയിൽ ഖുതുബ നിർവഹിച്ചു കൊണ്ടിരിക്കെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനോട് തന്നെയും സദസ്സിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൽ ചെറുപ്പക്കാരനായ ആൾക്ക് അറിയേണ്ടത് അദ്ദേഹത്തിൻ്റെ കുപ്പായത്തിൻ്റെ വലിപ്പത്തെ സംബന്ധിച്ചാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. തികച്ചും വ്യക്തിപരമായ കാര്യം, മതപരമായി ഏതെങ്കിലും നിലക്കുള്ളൊരു ഗുണപാഠമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സതുപദേശമോ അവിടെ ഇല്ല. വ്യക്തിപരമായി അദ്ദേഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. പക്ഷെ അറിയേണ്ടത് അതിൽ വല്ല അഴിമതിയും ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഈ ചെറുപ്പക്കാരൻ അറിയേണ്ടത്. നമ്മൾ കേട്ട സംഭവമാണ്. നിസ്സങ്കോചം അദ്ദേഹം അത് ബോധ്യപ്പെടുത്തുകയാണ്. ഞാനൊരു അഴിമതിയും നടത്തിയിട്ടില്ല എന്നതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനുൽ മുസ്തലഖ് എന്ന ഗോത്രത്തിലേക്ക് അവിടുന്ന് സക്കാത്ത് പിരിക്കാൻ വേണ്ടി ഉഖബത്ത് ബിൻ അബീ മുഅയ്ത് എന്ന് പറയുന്ന സ്വഹാബിയെ നിശ്ചയിക്കുകയാണ്. ജാഹിലിയ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ കുടുംബവും ബനുൽ മുസ്തലഖുകാരും തമ്മിൽ വലിയ ശത്രുതയിലായിരുന്നു. ആ ഗോത്രത്തിലേക്ക് പോയിട്ട് സക്കാത്ത് പിരിക്കുന്നതിന് പകരം അദ്ദേഹം അവരെ സംബന്ധിച്ച് തെറ്റായ ഒരു സന്ദേശമാണ് പ്രവാചകന് കൊടുക്കുന്നത്. അവരെ സക്കാത്ത് തരാൻ കൂട്ടാക്കിയിട്ടില്ല, അവരെ യുദ്ധമാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് പ്രവാചകനോട് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അപ്പോഴാണ് ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറ ഹുജറാത്തിലെ 6-ാമത്തെ വചനം അവതരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ, ഏതെങ്കിലും ഒരു തോന്നിയവാസി ഒരു വാർത്തയുമായി നിങ്ങളിലേക്ക് വന്നാൽ ഫതബയ്യനു, നിങ്ങളത് വ്യക്തമായി അന്വേഷിച്ചറിയണം. അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ, സത്യമറിയാതെ ഒരു ജനതയ്ക്ക് നേരെ നിങ്ങൾ എന്തെങ്കിലും ആപത്ത് വരുത്തി വയ്ക്കാതിരിക്കാൻ. അലാമാ ഫഅൽതും നാദിമീൻ, എന്നിട്ട് ആ ചെയ്തതിൻ്റെ പേരിൽ പിന്നീട് നിങ്ങൾ കൈവിരൽ കടിക്കാതിരിക്കാൻ, ദുഃഖിക്കാതിരിക്കാൻ നിങ്ങൾ കൃത്യമായി അന്വേഷിക്കണം. പൊതുരംഗത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് തെറ്റായ പലതും പ്രചരിപ്പിക്കും. പലർക്കും പല താല്പര്യമുണ്ടാകും. ചിലരെ മോശക്കാരാക്കാൻ വേണ്ടി, ചിലരെ വിശുദ്ധരാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ളതുമില്ലാത്തതുമൊക്കെ പ്രചരിപ്പിക്കാൻ വിശ്വാസിക്ക് പാടില്ല. കേട്ട വാർത്തകളെ കണ്ണടച്ച് വിശ്വസിക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് പറയുന്നത്. എന്നിട്ടേ നമ്മളൊരു നിലപാടിലെത്താൻ പാടുള്ളൂ. അയാൾ ഇങ്ങനെയാണ്, ഇയാൾ അങ്ങനെയാണ് എന്ന് പറയുമ്പോൾ ആ പറയുന്നതിനെ ഏറ്റുപിടിക്കേണ്ടവനല്ല വിശ്വാസി. അതിൻ്റെ കൃത്യമായ മെരിറ്റ് പരിശോധിക്കണം. ഈ വിഷയത്തിൽ എത്ര കണ്ട് നീതിയുണ്ട്, എത്ര കണ്ട് സത്യമുണ്ട്, എത്ര ന്യായമുണ്ട് എന്ന് പരിശോധിക്കണം. എന്നിട്ടാണ് അവനവൻ്റെ നിലപാട് സ്വീകരിക്കേണ്ടത്. പൊതുരംഗത്ത് അങ്ങനെയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ വിശ്വാസികൾ വച്ചു പുലർത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. മറ്റൊന്ന് മിതവ്യയമാണ്. പൊതുമുതൽ കൈകാര്യം ചെയ്യുന്ന ആളുകൾ ആർഭാടമായും അതേപോലെ തന്നെ ആഡംബരങ്ങൾക്കും ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ആഡംബരമായ പലതിനുമാണ്. നാട്ടിൽ മൊത്തം വരൾച്ചയും പ്രയാസങ്ങളൊക്കെ നടക്കുമ്പോഴും അതൊന്നും അറിയാത്തതുപോലെ തങ്ങളുടേതായ സുഖലോലുപതയിൽ തങ്ങൾ കൊണ്ടു നടക്കുന്ന പൊതുസമ്പ്രദായങ്ങൾ അടക്കമുള്ളതിനെ ആ രീതിയിൽ അയാൾ കൊണ്ടുപോകുന്നു. അതൊരിക്കലും ഭൂഷണമല്ല. പൊതുവായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, അതേപോലെ തന്നെ വെള്ളം, കരണ്ട് പോലെയുള്ളതൊക്കെയും അനാവശ്യമായി ചെലവഴിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. വിശ്വാസികളുടെ ലക്ഷണം പറയുന്നിടത്ത് പരമകാരുണ്യകന്റെ ദാസന്മാർ ആരാണ് എന്ന് പറയുന്ന 10ഓളം ലക്ഷണങ്ങൾ വിവരിക്കുന്നിടത്ത് ഒരു ഭാഗത്ത് ഇങ്ങനെ കാണാം, വല്ലദീന ഇദാ അൻഫഖു, അവർ ചെലവഴിക്കുകയാണ് എങ്കിൽ, ലം യുസ്രിഫു വലം യഖ്തുറു,
അവർ പറ്റ ചെലവഴിക്കുകയോ ദൂർത്തടിക്കുകയോ പിശുക്ക് കാണിക്കുകയോ ചെയ്യുന്നവരല്ല. ഒക്കാന ബൈനദാലിക്ക കവാമ, അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള മധ്യമമായ നിലപാടാണ് അവർ സ്വീകരിക്കുക. എത്ര മാന്യമായ ഒരു സന്ദേശമാണ് പറഞ്ഞു കൊടുക്കുന്നത്. വിശ്വാസികൾ അങ്ങനെയാകണമെന്നാണ് പറയുന്നത്. ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂല് പറയാണ്, ഇന്നല്ലാഹ കരിഹ ലക്കും സലാസൻ, അള്ളാഹു നിങ്ങളുടെ മേൽ 3 കാര്യങ്ങൾ വെറുക്കുന്നുണ്ട് കേട്ടോ. പടച്ചവന് വെറുപ്പുള്ള 3 കാര്യങ്ങൾ നിങ്ങളിലുണ്ട്. അതൊഴിവാക്കാൻ നിങ്ങളും ഞാനും ഒക്കെ ബാധ്യസ്ഥരാണ് എന്നർത്ഥം. എന്താണ് അതിലൊന്ന്? പ്രവാചകൻ പറഞ്ഞത് കീലവ കാല, കണ്ടതും കേട്ടതും പറയുക എന്നതാണ്. അതിന്നിപ്പോ വികസിച്ച് സോഷ്യൽ മീഡിയയിലാകുമ്പോൾ നയാ പൈസയുടെ ചെലവില്ലാതെ ഒരു തള്ളുമതി ലോകത്തേക്ക് മൊത്തം വ്യാപിക്കാൻ. ആ പണിയാണ് ഞാനും നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കിട്ടിയത് എവിടെ നിന്നാണ് എന്നോ ആരാണിത് പറയുന്നത് എന്നോ സത്യത്തിൻ്റെ അംശം എത്രയുണ്ടെന്നോ നോക്കാതെ നമ്മൾ എന്ത് ചെയ്യും? അതിങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കും. അത് അള്ളാഹ്ക്ക് വെറുപ്പുള്ള കാര്യമാണെന്നാണ്. എങ്കിൽ അത് തള്ളുന്ന മനുഷ്യൻ ആലോചിച്ച് നോക്കണം, അവൻ്റെ കൈവിരൽ അവനെതിരിലായിട്ട് സാക്ഷി പറയും. കൃത്യമായൊരു ബോധമുണ്ടാക്കണം. രണ്ടാമത് പറഞ്ഞത് കസ്റത്തു സുആൽ, അനാവശ്യമായ ചോദ്യങ്ങൾ. ചോദ്യം ചോദിച്ച് പറയുന്നവനെ ഉത്തരം മുട്ടിക്കുക, അതൊരു സ്വഭാവമായി വളർന്നു വരികയാണ്. നമുക്കൊന്നും പറയാനില്ല, എന്നാൽ പറയുന്നവനെ കൊണ്ട് ചോദ്യം ചോദിച്ച് ഇടങ്ങേറാക്കിക്കുക എന്നത്, അങ്ങനെ അധികരിച്ച ചോദ്യങ്ങൾ അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം വഇളാഅത്തുൽ മാൽ, ധനം പാഴാക്കിക്കളയുക. ധനമെന്ന് പറയുന്നത് മനുഷ്യന്റെ നിലനിൽപ്പിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്. ഇത് വിഡ്ഢികളെ നിങ്ങൾ ഏൽപ്പിക്കരുത് എന്ന് 4-ാമത്തെ അധ്യായം സൂറ നിസായിൽ അള്ളാഹു പ്രത്യേകം പറയുന്നുണ്ട്. കാര്യബോധമുള്ളവരെയാണ് ധനം ഏൽപ്പിക്കേണ്ടത്. അങ്ങനെയുള്ള ധനം നിങ്ങൾ അനാവശ്യമായി പാഴാക്കിക്കളയാൻ പാടില്ല എന്നതാണ്. ഈ 3 കാര്യങ്ങൾ അള്ളാഹുവിന് വെറുപ്പുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ നമ്മളത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്. ഒരു വരൾച്ചയിലേക്ക് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ചൂടാണ് അല്ലേ? ശീതീകരിച്ച മുറികളുള്ളവർക്ക് മാത്രമാണ് കടന്നുറങ്ങാൻ പറ്റുക. അത്രയും പ്രയാസത്തിലേക്ക് കടന്നു പോകുമ്പോൾ വെള്ളം ഉപയോഗിക്കുന്നിടത്ത് വിശ്വാസികൾ എത്രമേൽ കരുതലുണ്ടാകണം. എൻ്റെ വീട്ടിലെ കിണർ എനിക്കിഷ്ടമുള്ളതാണ് ഞാൻ ഉപയോഗിക്കുന്നല്ല. വെള്ളം പൊതുമുതലാണ്. വെള്ളം, പുല്ല്, തീ പോലെയുള്ള സംഗതികളൊക്കെ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ കിണറിൽ നിങ്ങൾ കുഴിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുകയും എങ്ങനെ വേണമെങ്കിലും അത് പാഴാക്കിക്കളയുകയും ചെയ്യാമെന്നുള്ള ആ ഒരു മനസ്ഥിതി ശരിയല്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, ഇബ്നു മാജ ഉദ്ധരിക്കുന്ന ഹദീസിൽ പറയാണ്, ലാ തുസ്രിഫിൽ മാഇ വലൗ കുൻത അലാ നഹരിൻ ജാരിൻ, പുഴവക്കിലിരുന്നിട്ടാണ് നീ വെള്ളം ഉപയോഗിക്കുന്നത് എങ്കിലും അനാവശ്യമായി ചെലവഴിക്കരുത്, അമിതമാകരുത് എന്നാണ് ഒളു എടുക്കുന്ന ആളോടാ പറയുന്നത്. പുഴയുടെ സൈഡിൽ നിന്ന് ഒളു എടുക്കുമ്പോൾ 5-10 പ്രാവശ്യം കഴുകിക്കൂടെ? എന്താ കുഴപ്പമുള്ളത്? ഒഴുകിക്കൊണ്ടിരിക്കുകയല്ലേ. ആ സമീപനത്തെ പോലും പ്രവാചകൻ നിരാകരിക്കുകയാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ചുമതലകൾ, കടമകൾ നമുക്ക് നമ്മളോടുള്ളതുപോലെ തന്നെയും ചുറ്റുവട്ടത്തുള്ള ഇതര മനുഷ്യരോടും നമ്മൾ ഉൾക്കൊള്ളുന്ന സമൂഹത്തോടും ഉണ്ടായിരിക്കണം എന്നതാണ് പറഞ്ഞു വരുന്നത്. ചുരുക്കം, മതം എന്ന് പറയുന്നത് ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടിക്കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു മതവിശ്വാസിയാവുക സാധ്യമല്ല. സ്വന്തത്തോടും കുടുംബത്തോടും സമൂഹത്തോടും നമ്മൾ ഇടപെടുന്ന ഇതര മേഖലകളോടൊക്കെ തന്നെ കൃത്യമായ കടമകളും ഉത്തരവാദിത്തങ്ങളും പാലിക്കുമ്പോഴാണ് ഞാനും നിങ്ങളുമൊക്കെ നല്ല വിശ്വാസികളായി തീരുക. അത്തരത്തിലുള്ള നല്ല വിശ്വാസികളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലി ജമീഇൽ മുസ്ലിമീന അസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.